ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ക്രിസ്മസിനെ അനുബന്ധിച്ചിട്ട് ഇന്ന് ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷം തന്നെയാണ് നടക്കുന്നത്. അപ്പം ഒരുപാട് പുൽക്കൂടും പിന്നെ കരോൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ്. പിന്നെ ഇവിടെ കുറേ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, അലങ്കാരങ്ങൾ. അതായത് പുൽക്കൂട് അങ്ങനത്തെ കുറേ ഐറ്റങ്ങൾ. അതെ. അപ്പം അങ്ങനെ അങ്ങോട്ട് കയറിയപ്പോൾ ചിച്ചുവിന് പുൽക്കൂട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പുൽക്കൂടിൻ്റെ അടുത്ത് ഇന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നല്ല ഫുള്ള് ലൈറ്റിൻ്റെ വർക്കുകളാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട് ജെയിംസ് ആട്ടോ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, പേര് പറയാൻ വിട്ടുപോയി. ജെയിംസ് ഞങ്ങളുടെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ. അപ്പം എന്നാൽ വിളിച്ചായിരുന്നു ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളെത്തി. നല്ല കുറേ പിന്നെ ഇതിനെ പറ്റി കൂടുതലൊന്നും നമുക്ക് അറിയില്ല. അപ്പം ഇതൊക്കെ ഞങ്ങളും എല്ലാ വർഷവും നമ്മളൊക്കെ ഉണ്ടാക്കലുണ്ട്. ഈ വർഷം പിന്നെ അച്ഛമ്മ മരിച്ച കാരണം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇതുപോലെയൊന്നും ആവൂല കേട്ടോ. നമ്മളൊന്നും ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊന്നും ആവില്ല. ഇത്ര വരില്ല. നമ്മളൊറ്റ പെട്ടെന്ന് നോക്കിയാൽ വിചാരിക്കും ഇത് ആകാശത്തുള്ള സ്റ്റാറാണെന്ന്. പക്ഷെ അല്ല കേട്ടോ, ഈ പുൽക്കൂടിൻ്റെ തൊട്ട മുകളിൽ തൂക്കിയ സ്റ്റാറാണ്. അപ്പം അതിനൊക്കെ പല ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതേപോലെ ചിച്ചുവിന് എന്താ വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇങ്ങനെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ആഘോഷങ്ങൾക്ക് അലങ്കരിച്ചൊക്കെ അവൾ കാണുന്നത്. സെലിബ്രേഷൻ ആദ്യമായിട്ട് പോകുന്നത്. പിന്നെ ഞാനും ചിച്ചു മാത്രമല്ല കേട്ടോ, ഒരുപാട് ജെയിംസിൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുകൂടിയുള്ള എൻ്റെയും അവൻ്റെ എല്ലാമായിട്ടുള്ള ഫ്രണ്ട്സുകളുണ്ട്. കൂടാതെ അവൻ്റെ വർക്കിൽ പോകുന്ന സ്ഥലത്തുള്ള കുറേ ആളുകൾ, അവൻ്റെ അവിടെയുള്ള ഫ്രണ്ട്സുകൾ, അങ്ങനെ കുറേ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. കരോൾ വരുന്നുണ്ട്, കരോൾ കാണാം. ഓക്കെ. അങ്ങനത്തെ അവിടെ ഗംഭീര പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാന്താക്ലോസ് കളിക്കുന്ന കുട്ടികൾക്കൊക്കെ മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്യാണ്ട്. സാന്താക്ലോസ് തന്നെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്, കാണാൻ പറ്റും. കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നത് കണ്ടില്ലേ. കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു.
സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി ക്രിസ്മസ് വന്നിരിക്കുകയാണ്. ഉണ്ണീശോയും മാതാവും യൗസേപ്പ് പിതാവും ചേർന്നുള്ള തിരുക്കുടുംബം. ആ പുൽക്കൂട്ടിലാണ് ഉണ്ണിയേശു പിറന്നത്. ഒരു വാക്കുകൊണ്ട് ലോകം സൃഷ്ടിച്ചവന് എളിമയുടെ തലത്തിലേക്ക് ഒരു പുൽത്തൊഴുത്തിൽ പിറന്നു വീണതിന്റെ ദിനം. എളിമയുടെയും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമായി ഉണ്ണീശോ നമ്മുടെ ഇടയിലേക്ക് ജനിച്ചിരിക്കുകയാണ്. നമുക്കും മറ്റുള്ളവരിലേക്ക് അവിടുത്തെ സ്നേഹവും സമാധാനവും ഇവിടെ നല്ലൊരു വൈബാണ് ഇരിക്കുന്നത്. നമുക്ക് ക്രിസ്മസിന് വേണ്ടി ഗെയിംസ് ഒരുക്കി തന്നെ, ഗെയിംസിന് ചേച്ചിയും ബാക്കിയുള്ളവരും എല്ലാവരും. അപ്പൊ എല്ലാവരുടെയും പേരില് ഈ ക്രിസ്മസിന്റെ ഇന്നത്തെ കേക്ക് ഞാൻ ഇവിടെ കുറിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് പാപ്പ കേക്കൊക്കെ കട്ട് ചെയ്ത് ജെയിംസിന് തന്നെ ആദ്യം കൊടുത്ത്, പിന്നെ കുട്ടികൾക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ, ചെറിയ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഹാപ്പി ക്രിസ്മസ്.